ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമായ ഭക്ഷണവും മനുഷ്യരും എന്നതിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ് കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട്, ഓണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്ന ചോദ്യം നോക്കിക്കേ. ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് മക്കളെ? ആദിമകാലത്ത് മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചിരുന്നു, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, മീൻപിടുത്തമുണ്ടായിരുന്നു, കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു, കൂട്ടമായി വേട്ടയാടിയിരുന്നു, അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു, കാട്ടിൽ ജീവിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇനി മറ്റൊരു പ്രധാന ചോദ്യം നോക്കും മക്കളെ. വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, മൃഗങ്ങളുടെ മാംസം തുടങ്ങിയവയെല്ലാം ലഭിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരുന്നത്? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനും, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും, തണുപ്പകറ്റുന്നതിനും, ഗുഹകളിലെ ഇരുട്ടകറ്റുന്നതിനുമെല്ലാം അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? എന്തെല്ലാമായിരിക്കും? ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, അതായത് ഭക്ഷണത്തിൻ്റെ കുറവ്, പിന്നെ ജനസംഖ്യാ വർധനവ്, ഭക്ഷണം സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത്, കാലാവസ്ഥാ മാറ്റം, കാട്ടുതീ, പ്രകൃതി ദുരന്തങ്ങൾ, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളെല്ലാം അതിനുതകുന്നതാണ്. അടുത്ത ചോദ്യം. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടായത്? മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു. മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിച്ചു. ഒരിടത്ത് സ്ഥിരതാമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമായി. ആദിമ മനുഷ്യർ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? ഉത്തരം: ഭക്ഷ്യയോഗ്യമായ ചെടികൾ, വേരുകൾ, തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യർ പ്രധാനമായും കൃഷി ആരംഭിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ചു. സാമൂഹിക ജീവിതം ആരംഭിച്ചു. ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം? ഉത്തരം: നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ജലലഭ്യത ഉണ്ടായിരുന്നു. വളക്കൂറുള്ള മണ്ണായിരുന്നു. അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഗതാഗത സൗകര്യമുണ്ടായിരുന്നു. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ലഭിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മരപ്പാത്രങ്ങൾ, ധാന്യപ്പുരകൾ, പത്തായം പോലുള്ളവ, കളിമൺ ഭരണികൾ, നിലത്ത് നിർമ്മിച്ച കുഴികൾ, ജീവികളുടെ പുറന്തോടുകൾ തുടങ്ങിയവയിലെല്ലാം അവർ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം നോക്കൂ. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ്? മൺപാത്രങ്ങളുണ്ട്, കളിമൺ പാത്രങ്ങളുണ്ട്, അലുമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും, ഗ്ലാസുകളും ചെമ്പുകളും വെങ്കലം കൊണ്ടുള്ള പാത്രങ്ങളും ഉണ്ട്. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായത്തെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു മക്കളെ? ബാർട്ടർ സമ്പ്രദായം എന്നായിരുന്നു അല്ലേ? അന്ന് എങ്ങനെയൊക്കെ ആയിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത്.
എന്താണ് ബാർട്ടർ സമ്പ്രദായം? നമ്മൾ പറഞ്ഞു, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. അതായത് ഒരാളുടെ കയ്യിലുള്ള സാധനം കൊടുത്ത് മറ്റേയാൾക്ക് കൊടുത്ത് മറ്റേയാളുടെ കയ്യിലുള്ള സാധനം തിരികെ വാങ്ങുന്ന സമ്പ്രദായം കേട്ടോ. അടുത്ത ചോദ്യം, നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ. സാധനങ്ങളുടെ കൈമാറ്റം, കച്ചവടം, ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി നോക്കൂ, ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കൂ. ഏതൊക്കെയുണ്ട് മക്കളെ? കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, ഇഞ്ചിയുണ്ട്, കറുവപ്പട്ടയുണ്ട്, ഏലമുണ്ട് അല്ലേ? ആദ്യം നമുക്ക് കുരുമുളകിനെ കുറിച്ച് നോക്കാം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. അടുത്തത് കറുവപ്പട്ട. മരങ്ങളുടെ പുറംതൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണ് ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം. അടുത്തത് ജാതിക്ക. ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിലുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു. ഇനി ഗ്രാമ്പു. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2-ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പു. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഗ്രാമ്പുവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി. ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിവിധതരം സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമല്ല, പക്ഷേങ്കിലും അറിഞ്ഞിരിക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അത് കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട. അടുത്തതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് സുഗന്ധവ്യഞ്ജനമാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്? ഉത്തരം കുരുമുളകാണ്. അടുത്ത ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുക. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, മഞ്ഞൾ, ഇഞ്ചി, വാനില, പുളി, സർവ്വസുഗന്ധി ഇതെല്ലാം നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമല്ലേ? ഈ ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കണം. ആദ്യത്തേത് മരച്ചീനി. ജന്മദേശം തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്ന കപ്പ. മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനായിരുന്നു. പപ്പായ. ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ. ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കൈതച്ചക്ക. ജന്മദേശം ബ്രസീലാണ്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. കശുവണ്ടി. ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ കശുവണ്ടി പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്. ജന്മദേശം പെറു ആണ്. നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങ് വിളയാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്.
അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെ? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ പട്ടിക തയ്യാറാക്കൂ. അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുക. ഇത് ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല കേട്ടോ, എങ്കിലും നോക്കി വെച്ചോളൂ. ഷവർമ, ഹമൂസ്, കപ്സ, കുനാഫ, പത്തിരി തുടങ്ങിയവയുടെ ജന്മദേശം അറേബ്യനാണ്. ബിരിയാണി, ഹലീം, കബാബ് തുടങ്ങിയവയുടെ ജന്മദേശം പേർഷ്യയാണ്. ഫലാഫലിൻ്റെ ജന്മദേശം മിഡിൽ ഈസ്റ്റ് ആണ്. ബ്രോസ്റ്റ്, ചിക്കൻ, ബ്രൗണി തുടങ്ങിയവയുടെ ജന്മദേശം അമേരിക്കയാണ്. പാസ്ത, പിസ്സ, സ്പഗട്ടി തുടങ്ങിയവയുടെ ജന്മദേശം ഇറ്റലിയാണ്. മഞ്ചൂരിയൻ, ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, ഹക്ക നൂഡിൽസ് തുടങ്ങിയവയുടെ ജന്മദേശം ചൈനീസ് ആണ്, അതായത് ചൈനയിൽ നിന്ന് വന്നവരെയാണത്. പിന്നെ കട്ട്ലറ്റ്, പാൻകേക്ക് ജന്മദേശം തുടങ്ങിയവയുടെ യൂറോപ്പ്. സുഷിയുടെ ജന്മദേശം ജപ്പാനാണ്. മുട്ടമാല, മുട്ടസുർക്ക തുടങ്ങിയവയുടെ ജന്മദേശം പോർച്ചുഗീസാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായൊരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലീ രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. പൊണ്ണത്തടി, ഹൃദ്രോഗം എന്നിവയെ ചെറുക്കാനും പോഷക സമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. ജങ്ക് ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ്, എണ്ണകൾ എന്നിവയും മറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നു. അതുകൊണ്ട് നാം ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കരുത്. പോഷക സമൃദ്ധമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കണം. ഇനി കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കാം. ലോക ഭക്ഷ്യദിനം എന്നാണ്. ഒക്ടോബർ 16 ഉത്തരം. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗമേത്? നായയാണ്. എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. എപ്പോഴാണ് മിശ്രഭോജനം നടന്നത്? 1917 മെയ് 29. ബംഗാൾ ക്ഷാമം ഉണ്ടായത് എപ്പോഴാണ്? 1943. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2013. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷമേത്? 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ പ്രചാരണത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ത്? ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇനി എന്താണ് ചെറുധാന്യങ്ങൾ? പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, രാഗി, വരക്, തിന, ബാർലി, ബജ്റ തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന നാം ഉൾപ്പെടുത്തണം.
അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തതൊക്കെയാണ് നമ്മളുടെ ഭക്ഷണവും മനുഷ്യരും എന്നുള്ള പാഠത്തിൽ വരാവുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. ചെയ്ത ചോദ്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് നല്ലപോലെ പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കാം. മറ്റ് ക്ലാസ്സുകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്